സംഘടനയിൽ നിന്നുകൊണ്ട് സംഘടനയുടെ പ്രസിഡന്റിനെതിരെ ഇത്തരം അധിക്ഷേപ വാക്കുകളും ആരോപണങ്ങളും ചൊരിഞ്ഞ് അംഗങ്ങൾക്കെതിരെ സംഘടന നടപടിയെടുക്കുക തന്നെ ചെയ്യും. പിന്നെ പിരിഞ്ഞുപോയ നടിമാരെ തിരിച്ചു വിളിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അവർ സ്വയം രാജിവെച്ച് പോയതാണ്. സ്വയം രാജിവെച്ച് പോയവരെ സംഘടന തിരിച്ചു വിളിക്കുന്ന പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം അമ്മയിലെ അംഗങ്ങളായ 3 നടിമാരും അവരുടെ ചില കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ പത്രസമ്മേളനത്തിലൂടെ അമ്മയുടെ പ്രസിഡൻ്റായ മോഹൻലാലിനെ അവഹേളിക്കാൻ നടത്തിയ ചില ശ്രമങ്ങൾ, അതിൻ്റെ വാസ്തവം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന ആളുകളൊന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു 3-4 നടിമാർ വിചാരിച്ചാലൊന്നും പറിച്ചെറിഞ്ഞ് കളയാൻ സാധിക്കില്ല. അതൊക്കെ വെറുതെ തോന്നുന്നതാണ്. അല്ലെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന നടൻ കുറ്റാരോപിതനാണ്. ദിലീപിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയട്ടെ. മോഹൻലാൽ ദിലീപിനോട് സംസാരിച്ചപ്പോൾ ദിലീപ് പറഞ്ഞത്, ലാലേട്ടാ, അങ്ങനെ ഞാൻ ഈ സംഘടനയിൽ തുടരുന്നതാണ് ഇത്തരം കുറച്ച് ആളുകൾക്ക് പ്രശ്നമെങ്കിൽ ഞാൻ ഈ സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞ 10-ാം തീയതി ദിലീപ് രാജിക്കത്ത് എഴുതി മോഹൻലാലിന് കൊടുത്തിട്ടുണ്ട്. ദിലീപ് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ ചിത്രത്തിൽ അഭിനയിക്കരുതെന്നാണ് മറ്റൊരു പെൺകുട്ടി പറഞ്ഞത്. മറ്റൊരു നടി പറഞ്ഞത് അങ്ങനെയാണ്. ഒരാളുടെ തൊഴിൽ നിഷേധിക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? ഉദാഹരണമായിട്ട് പറഞ്ഞത് അക്ഷയ് കുമാറിനെയും അമീർ ഖാനെയുമാണ്. അവരേതോ പദ്ധതികൾ ഉപേക്ഷിച്ചു അത്രേ. അവർ ചെയ്തതല്ലേ തെറ്റ്? ഏതോ ഒരു ആരോപണം വന്നു എന്നതിൻ്റെ പേരിൽ ഒരാളുടെ തൊഴിൽ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. മമ്മൂട്ടിക്കെതിരെ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ എന്നെ തെറിവിളിക്കുന്നു. ആ തെറിവിളിക്കുന്ന ആളുകളെ മമ്മൂട്ടി തടയണം. മമ്മൂട്ടി പറയണം തെറി വിളിക്കരുതെന്ന് പറയണം. അതാണോ ചെയ്യേണ്ടത്? അവരുടെ ഫേസ്ബുക്ക് പേജ് കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു സഹോദരി പറഞ്ഞു, ഈ പേജ് തുറക്കാൻ വയ്യ, ആളുകളുടെ തെറിവിളിയാണ്, ആളുകളുടെ റിയാക്ഷനാണത്, നിങ്ങൾ അതിൽ നിന്ന് തിരിച്ചറിയണം. സംഘടനയിൽ നിന്നുകൊണ്ട് സംഘടനയുടെ പ്രസിഡന്റിനെതിരെ ഇത്തരം അധിക്ഷേപ വാക്കുകളും ആരോപണങ്ങളും ചൊരിഞ്ഞ് അംഗങ്ങൾക്കെതിരെ സംഘടന നടപടിയെടുക്കുക തന്നെ ചെയ്യും. പിന്നെ പിരിഞ്ഞുപോയ നടിമാരെ തിരിച്ചു വിളിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. അവർ സ്വയം രാജിവെച്ച് പോയതാണ്. സ്വയം രാജിവെച്ച് പോയവരെ സംഘടന തിരിച്ചു വിളിക്കുന്ന പ്രശ്നമില്ല. പീഡിപ്പിക്കലും ഈ പറയുന്ന കാര്യങ്ങളുമൊക്കെ സിനിമയെന്ന് മാത്രമല്ല എല്ലാ ഫീൽഡിലും ഉണ്ട്. ഈ സംഘടനയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും പുറത്ത് വിളിച്ച് പറയാൻ പാടില്ല. ഒന്നാമത് അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ പഠിച്ചിരിക്കുന്നത്. 4 പേര് പുറത്തു പോയാൽ 400 പേര് അകത്തുള്ളൊരു സംഘടനയാണ്. അതിന് 2-3 പേരൊന്നും വിചാരിച്ചാലൊന്നും പൊളിക്കാനൊന്നും സാധിക്കില്ല. അതൊക്കെ വെറുതെ വ്യാമോഹമാണ്. അവരോട് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കും. അവർ വിശദമായിട്ട് അതിൻ്റെ കാരണം പറയേണ്ടി വരും. അത് തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കും. അവരൊരു അംഗത്വം വേണ്ട, ഞാൻ ഈ സംഘടനയിലില്ല, എനിക്ക് സംരക്ഷണം നൽകുന്ന സംഘടനയല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകുന്നത് അവരുടെ അവകാശമാണ്. അവരങ്ങനെ പുറത്തു പോയാലാണ്. അവരെ തിരിച്ചു വിളിക്കേണ്ട ബാധ്യത സംഘടനയ്ക്കില്ല. തിരിച്ച് വരണമെങ്കിൽ ആ കുട്ടിയെ അപേക്ഷിക്കണം. അത് വ്യക്തമായ കാര്യം തന്നെയാണ്. ഇതിനകത്തൊന്നും ഒരു അഴവഴമ്പ നിലപാടല്ല അമ്മ എടുക്കുന്നത്. സരിതാ നായർ ഇവിടെ എത്ര ആളുകളുടെ പേര് തുറന്നു പറഞ്ഞു? എല്ലാവരെയും സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും എല്ലാവരെയും ആരും ജോലി ചെയ്യാൻ പാടില്ല, നാളെ വീട്ടിൽ പോയിരിക്കാനാണോ ആളുകൾ പറഞ്ഞത്? കോടതി ശിക്ഷിക്കട്ടെ. കോടതി ദിലീപിനെ കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ദിലീപിൻ്റെ പേരിൽ ശിക്ഷ വരട്ടെ. അപ്പം ആലോചിക്കാം പുറത്താക്കൽ നടപടിയെ പറ്റി. മീറ്റു എന്ന് പറയുന്നത് നല്ല ക്യാമ്പയിനാണ്. 20 കൊല്ലം കാത്തിരിക്കണമെന്നില്ല. അപ്പം അടിക്കണം. കാരണം നോക്കി ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം. ഈ അന്ന് ധൈര്യം ഉണ്ടായില്ല. 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറേശ്ശെ ധൈര്യം എന്നൊന്നും പറയാൻ നിൽക്കരുത്. അമ്മയെ തകർക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന, അമ്മയെ തകർക്കാൻ ആര് ഗൂഢാലോചന നടത്തുന്നതിനെ പറ്റി വ്യക്തമായ ധാരണ എനിക്കില്ല. അത് ഈ അംഗങ്ങളെയും ഈ മറ്റു പെൺകുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് ആരോ കളിക്കുന്ന കളിയാണെന്നാണ് എൻ്റെ സംശയം. ആഷിഖ് കപൂർ ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കുക. ആഷിഖ് കപൂറിൻ്റെ സിനിമയിൽ ആഷിഖ് കപൂറിന് ഒരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവിടെ കംപ്ലയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അത്രയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് ആഷിഖ് കപൂറിന് തോന്നിയോണ്ടായിരിക്കും അങ്ങനെ. സിനിമാ ഫീൽഡിൽ മാത്രമല്ലല്ലോ മോളെ ഇത് നടക്കുന്നത്, എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളാണെങ്കിലും നിങ്ങൾ പുറത്ത് പറയാതെ കൊണ്ടു കിടക്കും. അപ്പോൾ അങ്ങനെ വരട്ടെ. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചിലരാരും പുറത്ത് പറയത്തില്ല. അല്ലെങ്കിൽ വലിയ നിലയിൽ എത്തി കഴിയുമ്പോൾ ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്തു. മഞ്ജു വാര്യർ ഇപ്പോഴും അമ്മയുടെ സജീവ പ്രവർത്തകയാണ്. അമ്മയുടെ മെമ്പർ തന്നെയാണ്. ഞങ്ങൾ മഞ്ജു വാര്യരായിട്ട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. അവർ അമ്മയ്ക്കുള്ളൊരു വില്ലൻ ആരാണെന്ന് പാർവതിയോട് ചോദിച്ചു. അപ്പോൾ പാർവതി പറഞ്ഞു നിങ്ങൾ കാണും, ഉടനെ തന്നെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ വില്ലനെ കാണിക്കട്ടെ. നമുക്ക് ആ വില്ലനെ എല്ലാവർക്കും കൂടി ചേർന്ന് ആക്രമിക്കാം. എല്ലാവർക്കും കൂടി ചേർന്ന് ആ വില്ലനെ നമുക്ക് ഒറ്റപ്പെടുത്താം. അങ്ങനെ ഒരു വില്ലൻ ഉണ്ട്. 400-450 പേരുള്ളതിൽ ഒരു വില്ലനെ ഉണ്ടാവുള്ളൂ. ഒരു 4-5 വില്ലന്മാർ വേണം.